ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്റ്റഡി വ്ളോഗ് ആയിട്ടാണ്. അത് നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ ഫിസിക്സ് സ്റ്റഡി വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം എത്ര ചാപ്റ്റേഴ്സാണെന്ന് വെച്ചാൽ 5 ചാപ്റ്ററാണ് നമുക്ക് എക്സാമിനുള്ളത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ളത് ഈ ഒരു പ്രഷറാണ്. നമ്മുടെ ഫസ്റ്റ് പാർട്ടത്തെ ഈ 3 ചാപ്റ്ററാണ്: പ്രഷർ, മോഷൻ ആൻഡ് ഫോഴ്സ്, മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് പ്രഷറാണ്. പിന്നെ വരുന്നത് മോഷൻ ആൻഡ് ഫോഴ്സും മെഷർമെൻറ്റും ആൻഡ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള പ്രഷറാണ്. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയ 3 ചാപ്റ്റേഴ്സ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ സെക്കൻഡ് പാർട്ടത്തെ 2 ചാപ്റ്ററുകളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഈ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ്. ആ പാഠം നമുക്ക് നന്നായിട്ട് നോക്കണം. പിന്നെ വരുന്നത് മാഗ്നറ്റിക്സ് ആണ്. അത് നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഇല്ല, എന്നാലും നമുക്ക് എന്ത് ചെയ്യുക, അതെല്ലാം നോക്കണം കേട്ടോ. അപ്പം എന്ന് നോക്കിയാണ് നമുക്ക് ഫുള്ള് സെറ്റാക്കുന്നത്. അപ്പോൾ നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ള എല്ലാ ടോപ്പിക്സും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പ്രഷറിലാണ് പോകുന്നത്. ഇവിടെ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ, യെസ്, നമ്മുടെ പ്രഷർ തന്നെയാണ്. വാട്ട് ഈസ് പ്രഷർ എന്ന് ചിലപ്പോൾ ചോദിക്കാൻ മതിയാവും 2-3 മാർക്സിനൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് എഴുതണം. പ്രഷർ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് നോർമലി പെർ യൂണിറ്റ് ഏരിയ ആണ്. പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്നത് ഏത് ക്യൂബാണെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഏരിയ കൂടുതലുള്ള സ്ഥലത്തായിരിക്കും നമ്മുടെ പ്രഷർ കുറയുക. പിന്നെ നല്ല ഏരിയ കുറവുള്ള സ്ഥലത്തായിരിക്കും പ്രഷർ കൂടുക. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവുള്ളത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുക. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ മതിയാകും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പോവാം. പിന്നെ വരുന്നത് നമ്മുടെ ത്രസ്റ്റ് ആണ്. ഫോഴ്സ് ആക്ടിങ് നോർമലി ആണ് സർഫേസ് എന്ന് വെച്ചാൽ 90 ഡിഗ്രിയിൽ സർഫേസിലുള്ളതാണ് നമ്മുടെ ത്രസ്റ്റ്. അപ്പോൾ നമ്മുടെ പ്രഷറിൻ്റെ യൂണിറ്റ് വരുന്നത് ത്രസ്റ്റ് ബൈ ഏരിയ എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വന്ന ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യാം. പിന്നെ SI യൂണിറ്റ് വരുന്നത് പാസ്കലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫോഴ്സിൻ്റെ യൂണിറ്റും ഏരിയയുടെ യൂണിറ്റും. അപ്പോൾ ഏരിയയുടെ യൂണിറ്റ് വരുന്നത് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ പാസ്കലിൻ്റെ യൂണിറ്റ് വരുന്നത്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്ത് അതേപോലത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ഏതാണ്? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏരിയ കുറവുള്ള സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏറ്റവും ഏരിയ കൂടുതലാണ്. ഇതിലാണെങ്കിൽ അത്യാവശ്യം കുറച്ചാണ്, പക്ഷേ ഇതിലാണ് തീരെ അല്ലാത്തത്. അപ്പോൾ ഏതാണ്? ഇതിലാണ് ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഈ പെട്ടിക്കോളത്തിൽ അതാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഏരിയ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രഷർ കുറയുന്നതായിരിക്കും. പിന്നെ പഠിക്കാനുള്ളതാണ് നമ്മുടെ ലിക്വിഡ് പ്രഷർ. ഇതൊക്കെ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ലിക്വിഡ് പ്രഷർ എന്നൊക്കെ ചിലപ്പോൾ 2-3 മാർക്കിനൊക്കെ ചോദിക്കാം. പിന്നെ നമ്മുടെ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രഷറും കൂടുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ ആഴത്തിലോട്ട് പോകുന്നതിനനുസരിച്ച് കേട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് ആഴത്തിലോട്ട് പോവുകയാണെങ്കിൽ അതിലാണ് ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അത് അവിടെ പഠിക്കുന്ന ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രഷറും ആൾസോ നന്നായിട്ട് കൂടും. പിന്നെ നമ്മുടെ ഈ ഫാക്ടേഴ്സൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ലിക്വിഡ് പ്രഷറിൻ്റെ ഹൈറ്റും ഡെൻസിറ്റിയും അത്രയുള്ള ഈ പേജിൽ പഠിക്കാനുള്ളത്. പിന്നെ മാനോമീറ്റർ ആണ് വരുന്നത്. പിന്നെ നമ്മുടെ ഗ്യാസ് പ്രഷറും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് നിങ്ങൾ പഠിക്കുക പ്രഷർ. അപ്പം ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററായ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൈലത്തിൻ്റെ ഒക്കെ ക്ലാസ് ഉണ്ടാവും നമ്മുടെ പ്രഷറിൻ്റെ, അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പം ഇനി നമ്മുടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിൽ പഠിക്കാനുള്ളത് ഏതാണ്? യെസ്, നമ്മുടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി തന്നെയാണ്. എന്ന് വെച്ചാൽ ബൈ റബ്ബിങ്ങിലൂടെ ഇലക്ട്രിക് ചാർജ് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചാർജിങ് ഒന്നും കൂടി നോക്കാൻ മറക്കണ്ട. പിന്നെയാണ് നമ്മൾ ചാർജിങ് ബൈ കണ്ടക്ഷൻ വരുന്നത്. എന്ന് വെച്ചാൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് വഴി ചാർജ് ചെയ്യുന്നതാണ് നമ്മുടെ ചാർജിങ് ബൈ കണ്ടക്ഷൻ. നമ്മുടെ കോണ്ടാക്റ്റൊക്കെ വഴി ചാർജ് ചെയ്യുന്നതാണ് നമ്മുടെ ഫിസിക്കൽ കോണ്ടാക്റ്റ് വഴി ചാർജ് ചെയ്യുന്നതാണ് നമ്മുടെ ചാർജിങ് ബൈ കണ്ടക്ഷൻ. അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ അപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ് കേട്ടോ. അത് 2 വരുന്നത്: ഇലക്ട്രോസ്റ്റാറ്റിക് സ്പ്രേ പെയിൻറ്റിങ്ങും ഫോട്ടോ കോപ്പർ മെഷീനും. പിന്നെ നമ്മുടെ എർത്തിങ് പഠിച്ചു വെക്കുക. പിന്നെ വരുന്ന ലൈറ്റ്നിങ് ആണ്. ലൈറ്റ്നിങ് ഈസ് ദ ഇലക്ട്രോൺ ചാർജ് ബിറ്റ്വീൻ ചാർജ്ഡ് ക്ലൗഡ്സ് ഇൻ അറ്റ്മോസ്ഫിയറിക് ആൻഡ് ബിറ്റ്വീൻ ചാർജ് ക്ലൗഡ്സ് ആൻഡ് എർത്ത് എന്നാണ്. നമ്മുടെ ലൈറ്റ്നിങ് എന്താണെന്ന് ചോദിച്ചത് ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ നോട്ടിൽ എഴുതിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വരുന്നത് ഞാനിപ്പോൾ ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മുടെ മാഗ്നറ്റിക്സിൻ്റെ ചാപ്റ്ററാണ് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ നാച്ചുറൽ മാഗ്നറ്റ്സും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സും ആണ്. നാച്ചുറൽ മാഗ്നറ്റ്സ് പറഞ്ഞാൽ ഒബ്റ്റെയിൻഡ് ഫ്രം നാച്ചുറൽ ആയിട്ടുള്ളതാണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ആണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ മാഗ്നറ്റ്സിൻ്റെ നെയിമൊക്കെ ചോദിക്കുക, ചിലപ്പോൾ അതൊക്കെ ചോദിക്കാൻ മതിയാകും കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഞാൻ ക്ലാസ് കണ്ടിരുന്നു. അപ്പോൾ അതിലങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വരുന്നത് മാഗ്നറ്റൈസേഷൻ ആണ്. അതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇതിന് അത്ര തന്നെയാണ്. ഇതത്ര പഠിച്ചിട്ടില്ല, നമുക്ക് നന്നായിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പഠിക്കാനായിട്ട് ഈ 3 പോയിൻറ്റും ചിലപ്പോൾ 3-4 മാർക്സിന് ചോദിക്കാൻ മതിയാകും.
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ മാഗ്നറ്റിക്സിൻ്റെ പാഠത്തിൽ വരുന്നത്. ഇനി നമുക്ക് അവിടെ മെഷർമെൻ്റ് ആൻഡ് യൂണിറ്റ്സ് നോക്കാം. അതിൽ വരുന്നത് ഇതേപോലത്തെ യൂണിറ്റ്സും ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആ ടൈപ്സൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്ന് 2-3 ഈ ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ മതിയാകും. അപ്പോൾ അതൊക്കെ എല്ലാം നോക്കണം കേട്ടോ. നമുക്ക് ആ ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ A+ൻ്റെ മാർക്ക് പോകാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നന്നായിട്ട് എല്ലാ പാടും നോക്കുക. പിന്നെ നമ്മുടെ ഈ ഫോഴ്സിൻ്റെ ഇതിൽ വരുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് വരുന്നത് മീറ്റർ ആണ്. പിന്നെ സ്പീഡിൽ വരുന്നത് സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ്. SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ചോദിക്കും. ഈ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഈ ബസ് A-B എന്നുള്ള ബസ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോയത് ഏത് ബസ്സാണെന്ന് ഉള്ളത് ചോദിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ചിലപ്പോൾ 5 മാർക്കിനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മുടെ ഫോഴ്സ് ആണ് വരുന്നത്. കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട്. അതൊക്കെ ഈ ഒരു പെട്ടിക്കോളത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഞാൻ മെയിനായിട്ട് ക്ലാസ്സൊക്കെ കേട്ടിട്ട് ക്ലാസ് കേട്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാവും. പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. ബൈ.